യുഎഇയിലെ ഷാർജയിൽ ടിക്ടോക്ക് തർക്കത്തെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ മലയാളി യുവാവ് കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ ഞെട്ടൽ മാറാതെ പ്രവാസലോകം. കണ്ണൂർ പഴയങ്ങാടി മാട്ടൂൽ സ്വദേശി ഇസ്മായിൽ പൊന്നൻ ഇബ്രാഹിമാണ് പൊതുസ്ഥലത്ത് വെച്ച് കൊല്ലപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് കൊല്ലം സ്വദേശിയായ മുഖ്യപ്രതിയടക്കം 5 മലയാളികളെ ഷാർജ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വർഷങ്ങളായി ദുബായിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഇസ്മായിൽ. ദിവസങ്ങളായി ടിക്ടോക്ക് ലൈവുകളിലൂടെയും കമന്റുകളിലൂടെയും ഇസ്മായിലും കൊല്ലം സ്വദേശിയായ പ്രതിയും തമ്മിൽ കടുത്ത വ്യക്തിപരമായ അധിക്ഷേപങ്ങളും വെല്ലുവിളികളും നടന്നിരുന്നു. വെറും ഒരു സോഷ്യൽ മീഡിയ തർക്കമായി തുടങ്ങിയ വിഷയം ഒടുവിൽ നേരിൽ കാണാം എന്ന കടുത്ത വെല്ലുവിളിയിലേക്ക് വഴിമാറുകയായിരുന്നു. ഈ വെല്ലുവിളി സ്വീകരിച്ചാണ് ഇസ്മായിൽ ദുബായിൽ നിന്നും ഷാർജ അൽ നഹദയിലെത്തിയത്. എന്നാൽ അവിടെ വെച്ച് ഇരുവരും തമ്മിൽ വീണ്ടും രൂക്ഷമായ വാക്കുതർക്കം ഉണ്ടാവുകയും അത് പെട്ടെന്ന് തന്നെ കയ്യാങ്കളിയിലേക്കും കത്തിക്കുത്തിലേക്കും നീങ്ങുകയായിരുന്നു. പ്രതിയുടെ കത്തിക്കുത്തേറ്റ ഇസ്മായിൽ ഗുരുതരമായി പരിക്കേറ്റ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. പൊതുസ്ഥലത്ത് വെച്ച് നടന്ന ഈ കൊലപാതകത്തിന്റെയും ആക്രമണത്തിന്റെയും വ്യക്തമായ ദൃശ്യങ്ങൾ ഷാർജ പോലീസിന് കിട്ടിയിട്ടുണ്ട്. ഈ തെളിവുകളുടെയും രഹസ്യ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ബുഹൈറ പോലീസ് അതിവേഗം തുടർ നടപടികൾ സ്വീകരിച്ച് പ്രതികളെ ഉടൻ തന്നെ വലയിലാക്കിയത്. ടിക്ടോക്കിലൂടെ നിരന്തരം വെല്ലുവിളി നടത്തിയ കൊല്ലം സ്വദേശിയാണ് കൊലപാതക കേസിലെ പ്രധാന പ്രതിയെന്നാണ് പോലീസ് നൽകുന്ന സൂചന. കൊലപാതകത്തിലേക്ക് നയിച്ച തർക്കത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളും ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. കൊല്ലപ്പെട്ട ഇസ്മായിലിന്റെ ഭാര്യയും മക്കളും നാട്ടിലാണ് കഴിയുന്നത്. ഇയാളുടെ സഹോദരൻ ദുബായിൽ തന്നെയുണ്ട്. നിലവിൽ ഇസ്മായിലിന്റെ മൃതദേഹം ഷാർജയിലെ അൽ ഖാസിമിയ ആശുപത്രി മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇൻക്വസ്റ്റും മറ്റ് നിയമപരമായ നടപടികളും പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. യാബ് ലീഗൽ സർവീസസ് സിഇഒ സലാം പാപ്പിനിശ്ശേരി, മുൻ ഷാർജ പോലീസ് ഉദ്യോഗസ്ഥരായ ഉബൈദ് ജാസിം, മുഹമ്മദ് സൈഫ് അൽ ഷംസി, ലുവൈ അബു അമ്ര, ക്ലെയിംസ് മാനേജർ മുൻധിർ കൽപ്പങ്ങച്ചേരി എന്നിവരടങ്ങുന്ന യാബ് ലീഗൽ സർവീസസ് ടീം, ഷാർജ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ്, ഷാർജ കോടതി, ആശുപത്രി അധികൃതർ എന്നിവരുമായി ഏകോപിപ്പിച്ച് ഇസ്മായിലിന്റെ ബന്ധുക്കൾക്കൊപ്പം ആവശ്യമായ നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണ്. സോഷ്യൽ മീഡിയയിലെ വെറും വാശിയും വെല്ലുവിളിയും ഒടുവിൽ ഒരു മനുഷ്യജീവൻ എടുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് പ്രവാസി മലയാളി സമൂഹത്തിനിടയിൽ വലിയ ഞെട്ടലും ആശങ്കയും ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും വെല്ലുവിളി സ്വീകരിച്ചാണ് ദുബായിൽ നിന്നും ഇസ്മായിൽ ഷാർജയിലെത്തിയത്. ഉടൻ തന്നെ ഒരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ഇതൊരു അക്രമമായി മാറുകയും കത്തിക്കുത്തിൽ കലാശിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെല്ലാം തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരെ ചോദ്യം ചെയ്തു വരികയാണെന്ന് പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ കൊല്ലം സ്വദേശിയാണ് പ്രധാന പ്രതിയെന്നാണ് പോലീസ് നൽകുന്ന സൂചന.